പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അവിടെ BJPയെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് നിൽക്കുന്നത് നേരത്തെ ഷാഫി പറമ്പിലായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാനാവശ്യമായ പ്രചരണ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടല്ല, അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അത് ഞങ്ങൾ പാലക്കാട് മാത്രമല്ലല്ലോ ചെയ്തത്. ഞങ്ങൾ നേരത്തെ മഞ്ചേശ്വരത്ത് BJP വളരെ ചെറിയ വോട്ടിനൊക്കെ ഏതാണ്ട് 88 വോട്ടിന് കെ സുരേന്ദ്രനൊക്കെ തോറ്റുപോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 2000 ചില്ലറ വോട്ടിനാണ് തോറ്റത്. ഞങ്ങളവിടെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് UDF ആയിട്ട് ചർച്ച നടത്തിയിട്ടല്ലോ. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. അവിടെ മാത്രമല്ല, നേമത്ത്, തിരുവനന്തപുരത്ത് അവിടെ ഇടതുപക്ഷമല്ലേ ജയിച്ചത്. BJPയുടെ സിറ്റിംഗ് MLA ഉണ്ടായിരുന്നിടത്ത് ഇടതുപക്ഷമല്ലേ ജയിച്ചത്. ഞങ്ങളവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞങ്ങൾക്ക് സ്വാധീന മേഖലയിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് ഇടതുപക്ഷവുമായുള്ള ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലല്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഈ രാഷ്ട്രീയ നിലപാടുണ്ടാകുന്ന സമയത്ത് ഒരു ചർച്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, നിങ്ങളോട് ഒരിക്കലും അങ്ങോട്ട് വന്നിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല, പകരം നിങ്ങൾ ആളെ നോക്കിയൊക്കെ നിലപാട് അറിയിക്കലാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പൊ ഒരു ചർച്ചകൾ നടത്താതെ നിങ്ങളൊരു നിലപാടെടുക്കുകയാണോ? സ്വാഭാവികമായ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുമല്ലോ. നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, എല്ലാവരും പൊതുപ്രവർത്തകരാണ്. ഇപ്പൊ നമ്മളിപ്പോ കെ സുധാകരനെ കണ്ടാലും നമ്മൾ കൈപിടിക്കും, നമ്മൾ ലോക്യം പറയും. അത് P ജയരാജനെ കണ്ടാലും പറയുമല്ലോ. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ച, അഭിപ്രായങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നവരാണ് എല്ലാവരും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ പാലക്കാടിലെ വിഷയത്തിൽ ഏതെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. SDPയുടെ പിന്തുണ വേണ്ട എന്ന് UDF എപ്പോഴും പറയാറുണ്ടല്ലോ. പിന്നെന്താണ് അവരെ പിന്തുണയ്ക്കാന്നല്ല തീരുമാനിച്ചത്? ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം പ്രയോഗങ്ങൾ തന്നെ അപ്രസക്തമാണ്, ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം ഞാനൊക്കെ മത്സരിച്ച ആളാണ്. ഞങ്ങളെല്ലാ വിഭാഗം ആളുകളോടും വോട്ട് വയ്ക്കും, എല്ലാ ജാതി മത വിഭാഗങ്ങളോടും വോട്ട് വയ്ക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളോടും വോട്ട് വയ്ക്കും. നമ്മളൊരു മാനിഫെസ്റ്റോ മുമ്പിൽ വെച്ച്, ഒരു പ്രത്യയശാസ്ത്രം മുന്നിൽ വെച്ച്, ഒരു വാഗ്ദാനം മുന്നിൽ വെച്ച് വോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായ വോട്ടല്ലേ സമാഹരിക്കേണ്ടത്. ആരുടെ വോട്ട് വേണം, ആരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദകേടാണ് ഒന്ന്. ഇപ്പൊ പിന്നെ പത്രക്കാരിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് വലതുപക്ഷ പത്രപ്രവർത്തകരിൽ ചില ആളുകൾ SDPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നിങ്ങനെ ഈ കുത്തി കുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ചിലരൊക്കെ പറയുന്നത് SDPയുടെ വോട്ട് വേണ്ട. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ് പ്രശ്നം. ഇപ്പൊ SDPക്ക് എന്ത് കുറവിലാണ് അങ്ങനെ ചോദിക്കുന്നത്? SDP രാജ്യത്തെ ഭരണഘടനയെ മാനിക്കുന്ന, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന, രാജ്യത്തെ 16 വർഷമായി രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഏതാണ്ട് 700-ലധികം ലോക്കൽ ബോഡി മെമ്പേഴ്സുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് UPയിലടക്കം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, 21 സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയ്ക്ക് വിധേയമായാണ്, രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാളെ പിന്തുണക്കാൻ തീരുമാനിച്ച വോട്ട് വേണോ എന്ന ആ ചോദ്യം പോലും ഒരു സംഘപരിവാര ചോദ്യമാണ്. അതൊരു RSS നിർമ്മിതി ചോദ്യമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ BJPയും ഇതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ രജിസ്റ്റർ ചെയ്ത രാജ്യത്ത് പ്രവർത്തിക്കുന്ന, രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. അപ്പൊ BJPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ UDFകാരൻ എന്താ പറയാ? ഈ വോട്ട് ചെയ്യുന്നത് ആളുകൾ രഹസ്യമായിട്ടാണല്ലോ. നമ്മൾ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് പൗരനാണ്, വോട്ടറാണ്. അയാളല്ലേ തിരഞ്ഞെടുക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. മറ്റൊന്ന്, BJPയെ ഗോവിന്ദ മാഷ് പറഞ്ഞ ആ സമീകരണമാണത്. BJP ഇവിടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവന്റെ അജണ്ടകൾക്കനുസരിച്ചാണ്. അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളാണ്, ന്യൂനപക്ഷങ്ങളെ അപകടത്തിലാക്കുന്ന നിയമങ്ങളാണ്. അവരുടെ ലക്ഷ്യം തന്നെ എന്താ? അവരെഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. രാജ്യത്ത് വർഗീയ കലാപങ്ങളുടെ അന്വേഷണ കമ്മീഷൻ വർഗീയ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചതിൽ
മഹാഭൂരിപക്ഷം കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഗാന്ധിയെ കൊന്നതിൽ പ്രതികർക്കപ്പെട്ട നേതാക്കള്, ഇങ്ങനെ എന്തുമാത്രം കലാപങ്ങളിൽ വംശഹത്യകളിൽ ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് BJP. അവർക്കൊരു വർഗീയ അജണ്ടയുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്കുള്ള എന്തുമാത്രം സംസ്ഥാനങ്ങൾ, ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ അവരാ ഭരിക്കുന്നത്. ഒരാളെപ്പോലും അവർ നിയമസഭാംഗമായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മത ന്യൂനപക്ഷം പോലും ഇല്ലാത്തൊരു മന്ത്രിസഭ വരുന്നത്. ഒരു MP പോലുമില്ല. അത് കൃത്യമായ വർഗീയ അജണ്ടയോടുകൂടി രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. അതിനെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് സമീപീകരിക്കുന്നത് അത്യന്തം അപകടകരമാണ്. അത് അവർക്ക് മണ്ണൊരുക്കുന്ന പണിയാണ്.